ജ്ഞാനപ്പാന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതോ മുമ്പിനാൽ, മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി, ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി. ഒന്നിലുമറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി, ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി, ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചുപോൽ. കർമ്മമാണ് സംസാര കാരണമെന്നും നമ്മയെല്ലാം അത് ബന്ധിച്ചിരിക്കുകയാണെന്നും ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പരമാർത്ഥം അർജുനന് ഉപദേശിച്ചിട്ടുണ്ട്. ലോകായാം കർമ്മബന്ധന. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നത് താൻ ചെയ്ത കർമ്മഫലമാണ്. അത് മുൻജന്മത്തിലെ കർമ്മമാവാം, ഈ ജന്മത്തിലേതുമാകാം. കർമ്മം ചെയ്യാതിരിക്കാനും വയ്യ, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കാനും വയ്യ. കർമ്മം ചെയ്യുകയെന്നത് ബ്രഹ്മത്തിനു പോലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു ബന്ധമാണത്രേ. ഇപ്രകാരം ഓരോ ജന്മത്തിലും ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു. അങ്ങനെ ജന്മങ്ങൾ അവസാനിക്കാതെ ഒരു ചക്രമായി ചുറ്റിത്തിരിയുന്നു. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ഭജ ഗോവിന്ദം എന്ന കീർത്തനത്തിൽ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ഈ ജനന മരണ ചക്രത്തെ തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി ഇനി വിവരിക്കുന്നത്, സൃഷ്ടി ആരംഭത്തിനു മുമ്പായി പ്രളയാവസരത്തിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഈ വിശ്വം മുഴുവനും, വിശ്വത്തിലുള്ള ചരാചര വസ്തുക്കൾ നിശേഷവും ഒന്നായി ചേർന്ന് പരമമായ ഒരു തേജപുഞ്ജമായി തീർന്ന് സ്ഥിതി ചെയ്യുന്നു. ഒന്നും തന്നെ ചെന്ന് പരമാത്മാവിൽ ലയിക്കുന്നില്ല. പരമാത്മാവ് ഒന്നിലും ചെന്ന് വലയുന്നുമില്ല. അങ്ങനെയുള്ള ഒന്നാണ് പരമാത്മാവ് എന്ന് ഉള്ളിൽ അറിയാവുന്ന ജനങ്ങൾ യാഥാർത്ഥ്യം അറിയാറാകുന്നു. എന്നാൽ ആ പരമാർത്ഥം ഉള്ളിൽ ഉറയ്ക്കാത്തവർക്ക് ഒന്നും തിരിയാത്ത വസ്തുവാണ് പരമാത്മാവ്. ആ പരമാത്മാവാകട്ടെ നിരൂപമാണ്, ഒന്നുപോലെ ഒന്നില്ലാതെ. ആ പരമാത്മാവ് ഓരോ ജന്തുവിലും ഓരോ ജീവാത്മാവായി വർത്തിക്കുന്നു. അതേ സമയത്തു തന്നെ ആ പരമാത്മാവിന് ഒന്നിനോടും ബന്ധമുണ്ടാകുന്നില്ല. ഈ രീതിയിലാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയിട്ടുള്ളത്. പ്രളയാവസരത്തിൽ ഓരോ ജീവനും സ്വകർമ്മങ്ങളോടുകൂടി തന്നെ മറ്റുള്ളവയുമായി കൂടിച്ചേർന്ന് പരമാത്മാവിൽ ലയിക്കാതെ ഒരു തേജപുഞ്ജമായി സ്ഥിതി ചെയ്യുന്നു. പ്രളയാനന്തരം തൻ്റെ കർമ്മഫലം അനുസരിച്ച് വീണ്ടും ജന്മങ്ങൾ സ്വീകരിച്ച്
ജനന മരണചക്രത്തിൽപ്പെട്ട് ഉഴലുവാൻ തുടങ്ങുന്നു. ഒരംശം കൊണ്ട് മായയെ ആശ്രയിച്ച് പരബ്രഹ്മം തന്നെയാണ് സാക്ഷിയെന്നും ഈശ്വരനെന്നും പറയപ്പെടുന്നത്. മായാവികാരങ്ങളായ വിഭിന്നോപാധികളിൽ പ്രതിഫലിച്ച് ബ്രഹ്മം തന്നെയാണ് ജീവൻ. ഭഗവാന് ഒന്നിനോടും ബന്ധമില്ലാത്തതിനാൽ സാക്ഷി എന്നാണ് പറയപ്പെടുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.